ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഓർഡിനറി ബസ്സുകളിൽ മാത്രമല്ല എക്സ്പ്രസ് ഡീലക്സ് അതുപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലൊക്കെ തന്നെ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക. അപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമാണ് കേരളം. വി.ഡി. സതീശൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, പ്രിയദർശിനി ബസ് സർവീസ്, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇപ്പോൾ ഈ പറയുന്ന ഓർഡിനറി ബസ്സുകൾ മാത്രമാണ്. അതിൽ തന്നെ വലിയ നഷ്ടമാണെന്ന് പറയുന്നു, ആരോപിക്കപ്പെടുന്നു. എന്തായാലും വി.ഡി. സതീശൻ 100 ദിവസം പിന്നിടുകയാണ്. 100 ദിവസം പിന്നിട്ടപ്പോൾ ഈ സർക്കാരിന് നല്ല മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സന്ദേശം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനം അവർ കാഴ്ചവെച്ചോ? LDF സർക്കാരിനേക്കാൾ മെച്ചമാണ് UDF സർക്കാർ എന്ന് 100 ദിവസം കൊണ്ട് ഒരു ചെറിയ വിലയിരുത്തലെങ്കിലും നമുക്ക് നടത്താൻ പറ്റുമോ? 100 ദിവസം കൊണ്ട് നമുക്ക് അത്തരമൊരു വിലയിരുത്തൽ നടത്താനായിട്ട് പറ്റില്ല. കാരണം 100 ദിവസം എന്ന് പറയുന്നത് ഹണിമൂൺ കാലം പോലും ആകുന്നില്ല. അതെ, ഒരു 6 മാസമൊക്കെയാണ് സാധാരണ ഹണിമൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ കാലത്ത് സാധാരണ രീതിയിൽ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ പോകാറില്ല എന്നുള്ളതാണ്. കാരണം വളരെ നിർബന്ധപൂർവം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സർക്കാർ ചെയ്തിരുന്ന പോലെയെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു നിർബന്ധം തുടർ സർക്കാരുകൾ സാധാരണയിൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സതീശൻ സർക്കാർ പല കാര്യങ്ങളിലും പ്രായോഗികമായ മേഖലകളിലെ ആളുകൾക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആശയപരമായി അവർ നേരത്തെ നിന്ന നിലപാടുകളിൽ നിന്ന് U-ടേൺ അടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ 100 ദിവസത്തിനുള്ളിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മളുടെ പ്രിയദർശിനി ബസ് സർവീസിൻ്റെ ഈ സർക്കാരിൻ്റെ ഏറ്റവും നമ്പർ 1 വിജയം എന്ന് പറയുന്നത് ഈ സ്ത്രീ സൗജന്യ യാത്ര തന്നെയാണ്. തമിഴ്നാട്ടിൽ ശരിക്കും അങ്ങനെ ആയിരിക്കാം, എക്സ്പ്രസ്സിലും അതേപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചറിൽ ഇതൊക്കെ ആകുന്നില്ല. അതൊക്കെ ഗാന്ധി ദിനം മൂലം കണ്ട് വരുന്നതേ ഉള്ളൂ. അല്ല, അതൊക്കെ അവിടെയൊക്കെ അയക്കാം. നമ്മളിവിടെ അതുണ്ടാവണം എന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന്, സർക്കാരിൻ്റെ കാര്യത്തിലുള്ള കൺസെപ്റ്റിൻ്റെ പ്രശ്നമാണ്. സർക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ നഷ്ടമാണ് എന്നാണ്. എന്നുവെച്ചാൽ 1 കോടി രൂപ എങ്കിലും ഒരു ദിവസം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നഷ്ടമാണെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സർക്കാർ ഈ ട്രാൻസ്പോർട്ട് ബസ് സർവീസ് നടത്തുമ്പോൾ നേരത്തെ സൗജന്യമൊന്നുമില്ലാത്ത സമയത്ത് ആ ബസ്സുകളൊക്കെ നിരത്തിലിങ്ങനെ ഓടിക്കൊണ്ടിരുന്നിരുന്ന ബസ്സുകൾ തന്നെയാണ്. ആ ബസ്സുകളിൽ കാര്യമായി യാത്രക്കാരൊന്നും ഉണ്ടാവില്ല. അതെ, ശ്രദ്ധിച്ചിട്ടില്ല, ഒഴിഞ്ഞ ബസ്സുകളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ ബസ്സുകളൊക്കെ തിങ്ങി നിറഞ്ഞാണ് പോകണം. ഹൗസ്ഫുൾ ബോർഡ് വെച്ച് പോകാവുന്ന രീതിയിൽ പോകാം. അപ്പം അതുകൊണ്ട് സർക്കാരിന് എന്താ പ്രത്യേകിച്ച് നഷ്ടം വരുന്നതൊന്നുമില്ല. പഴയ ബസ് ഓടുന്നു, ഇപ്പോഴും ഓടുന്നു. പണ്ടും കാര്യമായിട്ട് അതിനകത്ത് വരുമാനം ഉണ്ടാവില്ല, ഇപ്പോഴും ഇല്ല. ആൾ കൂടുന്നുണ്ട്, പക്ഷേ വരുമാനം. അതെ അല്ലേ, ആകെ സ്ത്രീകൾ അതിനകത്ത് നിറഞ്ഞു പോകുന്നുണ്ട്. സന്തോഷത്തിൻ്റെ വണ്ടികളായത് മാറിത്തീരുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ സർക്കാരിന് അതിനകത്ത് കാര്യമായ നഷ്ടം ഒന്നും വരുന്നില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കുറച്ച് പേര്, വളരെ തുച്ഛം ആളുകൾ ചിലപ്പോൾ സർക്കാർ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് സഞ്ചരിച്ചിരുന്നവർ ഇപ്പോൾ ഫ്രീ ആയിട്ട് ചിലപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ളവർ മുഴുവൻ പ്രൈവറ്റ് ബസ് സഞ്ചരിച്ചിരുന്ന സ്ത്രീകളാണ് ഇടിച്ച് ഇതിനകത്ത് കയറി. പല മേഖലകളിലേക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്, യാത്ര നടത്തുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമങ്ങളിലേക്കുള്ള കടകളിൽ നിന്ന് ഈ ഓണക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഗ്രാമങ്ങളിലുള്ള കടകൾ അല്ലെങ്കിൽ ചെറിയ പട്ടണങ്ങളിലുള്ള കടകളിലൊക്കെ ഈ വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട് ചെയ്തിരുന്ന സ്ത്രീകൾ ഇപ്പോൾ എന്താണ്, നഗരകേന്ദ്രത്തിലേക്ക് വരികയാണ് ചെയ്തത്. നഗരകേന്ദ്രത്തിലെ വലിയ വലിയ വസ്ത്രശാലകളിൽ അവർ കയറുന്നു. വേണമെങ്കിൽ അതൊരു പോസിറ്റീവ് അല്ലാത്ത ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ഉള്ള കടകളിൽ കയറേണ്ട സ്ത്രീകളെ ഫ്രീ ആയിട്ട് അവർക്ക് വേണമെങ്കിൽ എറണാകുളത്തോ തിരുവനന്തപുരത്തോ അങ്ങനെ കോട്ടയത്തോ, അതായത് ഓരോ ജില്ലയുടെയും ആസ്ഥാനത്തേക്ക് ഫ്രീ ആയിട്ട് പോകാമായിരിക്കും. അവരവിടെ പോയിട്ട് വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നു, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്നു. അത്തരം ചില രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകരമായിട്ടുള്ള വാർത്തകൾ ഇതിനകത്തുണ്ട് എന്നല്ലാതെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ അതുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്, നേരത്തെ ഒഴിഞ്ഞോടിക്കൊണ്ടിരുന്നതായിട്ടുള്ള ബസ് ഇപ്പോൾ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു
എന്നുള്ള ആ വിഷയം മാറ്റി വെച്ചാൽ ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്നൊരു പദ്ധതി നമ്മുടെ ഈ ലഹരി മരുന്നുകളെ അല്ലെങ്കിൽ ഈ ലഹരി വ്യാപനത്തിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതര സംസ്ഥാനത്തു നിന്ന് ധാരാളമായിട്ട് ലഹരി ഒഴുകി വരുന്നു, അതിനൊക്കെ തടയിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കടത്തി വെട്ടിക്കൊണ്ട് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു നീക്കം അതിന് വലിയ സ്വീകാര്യത കിട്ടി, ക്യാമ്പസുകളിലടക്കം പൊതുസമൂഹങ്ങളിലടക്കം. അപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന് ഒരു നേട്ടമുണ്ടെന്ന് പറഞ്ഞുകൂടെ? അത് തീർച്ചയായിട്ടും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ് നമ്മൾ തൂഫാനെ കാണേണ്ടത്. തൂഫാൻ തൂക്കി എന്ന് തന്നെയാണ് ഈ ജൻസികളൊക്കെ പറയുന്നത്. കാരണം വളരെ നല്ല രീതിയിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതൊക്കെ പിടിക്കുകയും കേസും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് അതിലേക്ക് എല്ലാ ശ്രദ്ധയും വെച്ച് ഒരുപാട് ഈ രാസലഹരി വിപണിയിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ആളുകളെ പിടികൂടുന്നു എന്നുള്ളതാണ്. ആ മാഫിയ സംഘത്തെ തന്നെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടക്കും. നമ്മുടെ അർജുൻ ആയങ്കിയുടെ വിഷയമൊക്കെ സർക്കാരിന് വലിയ പേരുണ്ടാക്കിയ സംഭവമാണ്. വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മുടെ അജിത് കുമാറിനെ എതിരെ നടപടിയെടുത്തെന്നുള്ളത് ശരിയാണെങ്കിലും അവസാനം നടപടി എടുക്കേണ്ടി വന്നു. അതെ. ഇപ്പോഴും പല വിഷയങ്ങളിലും അതേപോലെ നടപടിയെടുക്കാനായിട്ട് പറ്റാത്ത സാഹചര്യം പല ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലും ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാർക്ക് നേടി. എന്നാൽ കൂടുതൽ കുഴപ്പം അവർ നേരത്തെ പിണറായി സർക്കാരിനെതിരെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയതാണ്. ഈ സർക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടപ്പാക്കില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. സതീശൻ പറഞ്ഞിരുന്നു, ഷാജി പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നു, കോൺഗ്രസ് പറഞ്ഞിരുന്നു, എല്ലാവരും പറഞ്ഞു. പക്ഷേ അവർക്ക് ഇതുവരെയായിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല. അത് PM-ശ്രീ പദ്ധതിയിൽ ഇവരെ യു-ടേൺ അടിക്കുകയാണ് ചെയ്തത്. അത് പക്ഷേ ഒരു സർക്കാരിന് നല്ലതല്ല. എന്താണോ തങ്ങൾ എടുത്ത നിലപാട്, ആ നിലപാടിൽ നിന്ന് മാറുന്നത് എന്ന് വെച്ചാൽ ഭരണപക്ഷത്തിരിക്കുന്ന സമയത്തുള്ള സമീപനവും പ്രതിപക്ഷത്തിരിക്കുന്ന സമീപനവും രണ്ടായി കഴിഞ്ഞാൽ അത് ഇരട്ടത്താപ്പായിട്ട് സമൂഹം വിലയിരുത്തും. ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് സംഭവിച്ചിരിക്കുന്നു. അത് ഈ സർക്കാരിനെ മോശമായ പ്രതിച്ഛായുണ്ടാക്കിയ സംഭവമായിട്ട് തന്നെ നിലനിൽക്കുന്നു. കാരണം ഒന്ന്, അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ബോധപൂർവം നുണ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇത് ഈ സർക്കാർ എന്ന് പറയുന്നത് തുടർ സർക്കാരാണ്. കഴിഞ്ഞ സർക്കാരാണ് ഒപ്പുവെച്ചെന്ന് മാത്രമല്ല, അവർ ഒപ്പുവെച്ച് പണം വാങ്ങിയെന്ന് പറഞ്ഞു. പണം വാങ്ങിയിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പണം വാങ്ങിയെന്ന് ആര് പറയുന്നു? മുഖ്യമന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിക്ക് അറിയാം പണം വാങ്ങിയിട്ടില്ലെന്ന്. എന്നിട്ട് ഇവർ ഒപ്പുവെച്ച് പണം വാങ്ങി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഈ മുനമ്പം വിഷയമാണല്ലോ. മുനമ്പം വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സതീശൻ പറഞ്ഞിരുന്ന 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ അതെ. 10 മിനിറ്റ് കൊണ്ട് ഇപ്പം അധികാരം കിട്ടി 100 ദിവസമായിട്ട് ആ 10 മിനിറ്റ് കിട്ടിയില്ല. ആ 10 മിനിറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതൊരു വലിയ വിഷയമാണ്. മാത്രമല്ല ഇവർ ഈ മുനമ്പത്തെ, ഞാനതിൻ്റെ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു സെമിനാർ പോലെയുള്ള ഒരു സംഭവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ച ആളുകൾക്ക് ആ ഭൂമി ക്രയവിക്രയം ചെയ്യാനായിട്ട് അവകാശമില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. അത് പരിഹരിക്കണ്ടേ? അത് പരിഹരിക്കാനായിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് ഒരു പ്രശ്നമായിട്ട് തന്നെയാണ്. വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ ഇവരുടെ പോളിസിക്ക് അനുസരിച്ച് ഒരു നിയമവും ഒരു രീതിയും ഇവർക്ക് മുന്നോട്ട് വെക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇവരുടെ നിലപാടുകളിൽ വലിയ തരത്തിൽ യു-ടേൺ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇതിൻ്റെ പോരായ്മയാണ്. ഒന്ന്, സതീശനെ നമ്മൾ ചുവരെഴുത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? നിലപാടുകളുടെ രാജകുമാരൻ. എന്നിട്ട് ഈ ഒരു നിലപാടും ഇക്കാര്യത്തിലൊന്നും എടുക്കാൻ പറ്റുന്നില്ല, നടപ്പാക്കാനായിട്ട്. പക്ഷേ നിലപാടില്ലെങ്കിലും വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വി.ഡി. സതീശന് ഒരു കഴിവുണ്ട്. എത്രയോ കാലമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു ആവശ്യമാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന്.
ഈ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നുള്ള ആവശ്യം മറ്റൊരു സംഘടന ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ SDP ആണ്. അവരതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളൊക്കെ ഉന്നയിച്ചു. ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുണ്ട്. ഇവിടെ ഇവരാരും ഉന്നയിക്കാതെ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ തന്നെ പറയുന്നു, എറണാകുളം ജില്ലയെ, പ്രത്യേകിച്ച് മൂവാറ്റുപുഴയെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിക്കണം, വിഭജനം വേണം എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയെ വിഭജിക്കുകയാണെങ്കിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മലപ്പുറം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3 ജില്ലയ്ക്കുള്ള ആളുണ്ട്. അപ്പോൾ ആ ഒരു അജണ്ട വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ മാഷ് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള അതിബുദ്ധിമാൻ്റെ ഒരു തന്ത്രമായിട്ട് സതീശൻ ഉപയോഗിക്കുന്നു. അങ്ങനെ കണ്ടൂടെ? അതെ, അത് ഒരു അതിബുദ്ധിമാൻ്റെ തന്ത്രം തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പഴയ ഒരു കാലമല്ലത്, പുതിയ കാലമാണ്. പുതിയ കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ആളുകൾ എന്ത് ചെയ്യും, മനസ്സിലാക്കും. കാരണം സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ നിർണായകമായിട്ടുള്ള പങ്ക് മുസ്ലിം ലീഗിൻ്റേത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. മുസ്ലിം ലീഗിൻ്റെ ചിരകാലമായിട്ടുള്ളൊരു ആവശ്യമാണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളത്. അപ്പോൾ നേരിട്ട് ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന് സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മലപ്പുറം ജില്ല വിഭജിച്ചളയാം എന്ന് പറഞ്ഞാൽ സതീശൻ മുസ്ലിം ലീഗിന് കീഴടങ്ങി എന്ന് പറയുന്ന വാർത്ത വരുമല്ലോ എന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സതീശൻ. അതുകൊണ്ട് സതീശൻ എന്ത് ചെയ്തു, ആരും ആവശ്യപ്പെടാത്ത ഒരു പ്രഖ്യാപനം നടത്തി. മൂവാറ്റുപുഴ ഞങ്ങൾ എന്ത് ചെയ്യാം, പുതിയ ജില്ല ഉണ്ടാക്കാം. ഒരാളും പറഞ്ഞിട്ടില്ല. പുള്ളി കയറി ഒറ്റ അടി അടിച്ചിരിക്കുകയാണ്. മാത്രമല്ല തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ മറ്റൊരു ജില്ല നെയ്യാറ്റിൻകര, അല്ലേ? അതെ, നെയ്യാറ്റിൻകര. അതിനെ വിഭജിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷമൊക്കെ അല്ല, മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴക്ക് ക്രൈസ്തവ ഭൂരിപക്ഷം ജില്ല ഉണ്ടാക്കും. അപ്പോൾ നെയ്യാറ്റിൻകര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നടാർ ഹിന്ദു ഭൂരിപക്ഷം, നാടാർ വിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു മേഖല. അതൊരു ഈ രണ്ടും വളരെ തന്ത്രപരമായിട്ട് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്. പക്ഷേ ഇത് ഈ ആദ്യത്തെ ദിവസമൊക്കെ ചർച്ച ചെയ്യാണ്ടിരിക്കുള്ളൂ. നാളെയും മറ്റന്നാളൊക്കെ ഇതിങ്ങനെ ചർച്ച ചെയ്യും, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പോലെ. അതായത് ഇത് മുസ്ലിം ലീഗിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു ടാക്ടീസാണ് എന്നുള്ളതായിരുന്നു. വെറുതെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മണ്ടന്മാരാണെന്ന് സതീശൻ വിശ്വസിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ആളുകളിങ്ങനെ വെറുതെ പറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് നാളെ ചർച്ചയാണ്. അത് മലപ്പുറം വിഭജിച്ച് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി സതീശൻ എടുത്ത അടവായി അല്ലെങ്കിൽ തന്ത്രമായിട്ട് നാളെ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. BJPക്കാർക്കൊക്കെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. മനസ്സിലായില്ല അവർക്ക്. അവർ പറഞ്ഞത് ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്ത് ചർച്ച ചെയ്യാൻ? ഈ ബുദ്ധി മനസ്സിലായില്ല. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം മലപ്പുറം എന്ന് പറയുന്ന ജില്ല ഉണ്ടാക്കിയത് CPM ആണ്, EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതിൻ്റെ ചീത്ത ഇതുവരെയായിട്ടും അവരുടെ എന്താണ് സ്വരൂപത്തിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള. അപ്പോൾ ഇപ്പോൾ സതീശൻ മുൻകൈ എടുത്തിട്ട് മലപ്പുറം ജില്ല വീണ്ടും 2 മുസ്ലിം ജില്ലകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും അത് പ്രശ്നമാകുമല്ലോ എന്ന് കരുതി ഇപ്പോൾ ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ തന്ത്രം പെടുന്നതിനെ അത് അങ്ങനെയാണെങ്കിലും പിന്നീട് ചർച്ച ചെയ്യും എന്തിനാണ് ഇത് പറഞ്ഞത്, അല്ലേ? സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ കാള വാല വെക്കുമ്പോൾ എന്തിനാണ് എന്ന് മനസ്സിലാവുന്നു. ഇക്കാര്യത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് അധികം സമയം വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും രാജീവ് ചന്ദ്രശേഖരനത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ചർച്ച ചെയ്യണം എന്നാണ്. ഇതാണ് രാജീവ് ചന്ദ്രശേഖരൻ നമുക്ക് പറഞ്ഞാൽ മതി, ഇതാണ് സംഭവം. നിങ്ങൾ ചർച്ചയൊന്നും ചെയ്യേണ്ട, ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ല 2 ആക്കാൻ തീരുമാനിച്ചു. 2 മുസ്ലിം ജില്ലകൾ വരാൻ പോകുന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെക്ക് 2 ജില്ലകൾ കൊടുക്കുമ്പോൾ ക്രിസ്ത്യാനികൾ സങ്കടപ്പെടേണ്ടതില്ല. അവർക്കിതാ മൂവാറ്റുപുഴ ഒരു ജില്ല തരാം. ഹിന്ദുക്കളോ ഒട്ടും സങ്കടപ്പെടേണ്ട, ഹിന്ദു നാടാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ജില്ല പോരെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളുടെ ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പരിശോധിച്ചാൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഈ സർക്കാർ വരുന്നതിന് മുമ്പ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് എന്താണ്, ഇത് പൂച്ച പറ്റി കിടക്കുന്ന ഖജനാവാണ്, പണമില്ല എന്നാണ്. ആ പണമില്ലാത്തിടത്ത് നമുക്ക് ജില്ലകൾ വിഭജിക്കേണ്ടതുണ്ടോ? ഇല്ല. മലപ്പുറം വിഭജിക്കേണ്ട ആവശ്യമില്ല, എറണാകുളവും തിരുവനന്തപുരമൊന്നും വിഭജിക്കേണ്ട ആവശ്യമൊന്നുമില്ല തൽക്കാലത്തേക്ക്. കാരണം വിഭജിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്,
സാമ്പത്തിക 3 വലിയ സാമ്പത്തിക ബാധ്യത വരുന്നു. 3 കളക്ടറേറ്റുകൾ പണിയണം, അവിടെ സ്റ്റാഫിനെ നിയമിക്കണം, പുതിയ 3 കളക്ടർമാർ വരണം, ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. ഈ പൂച്ചയെ പെറ്റി കിടക്കുന്ന ഖജനാവിൽ നിന്ന് എങ്ങനെ ഇതൊക്കെ സാധ്യമായിത്തീരും? അപ്പോൾ വർത്തമാനം പറയുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള ലുപ്തയില്ലാതിരിക്കുകയും പ്രവൃത്തിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതായത് ഒരു രാഷ്ട്രീയ ആവശ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഖജനാവ് വീണ്ടും ചോർത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദുരന്തം ഇതിൻ്റെ പിന്നിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.